വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാം. വിദ്യാഭ്യാസം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കാറുണ്ടോ? ഉണ്ടോ? ചിലർക്കെങ്കിലും കാണാം, അയ്യോ എനിക്ക് ഇച്ചിരി കൂടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ. അല്ലേ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് നമ്മൾ കുഞ്ഞിലെ തൊട്ട് ആർജിച്ചെടുക്കുന്ന കാര്യമാണ്. ചിലർക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടാവും, പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, പഴയ കാലം തൊട്ടുള്ള നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസം നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം നമ്മുടെ സാഹചര്യം മോശമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പഠനത്തെ ബാധിക്കും. ചിലരുണ്ട് അതിനെല്ലാം തരണം ചെയ്ത്, അതൊക്കെ നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ആ ശക്തിയാണ്. അത് നമ്മുടെ ആവശ്യമാണെന്ന്, എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ നേടിയെടുക്കാനായിട്ട് നമ്മുടെ മനസ്സ് നമ്മളെ സഹായിക്കുന്നതാണ്. ചിലവർക്ക് പറ്റില്ല അങ്ങനെ, ലോല മനസ്സുള്ളവർ, പിഞ്ച് മനസ്സുള്ളവർ. അപ്പോൾ അവർക്ക് എന്താണ്, അത്രയും ഇതായിട്ട് ചിന്തിച്ച് മനസ്സിനെ സ്ട്രോങ് ആക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, പഠിക്കാൻ മിടുക്കരാണെങ്കിൽ പോലും പഠിത്തം ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് പഠിത്തത്തിനോടായിരിക്കില്ല, മറ്റെന്തെങ്കിലും വിഷയത്തോടായിരിക്കും അവർക്ക് താല്പര്യം. ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ഒന്നല്ല ഒന്നിൽ കൂടുതൽ കഴിവുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിലായിരിക്കും. ഇപ്പോഴും തൻ്റെ കഴിവെന്താണെന്ന് അറിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അതെ, ഉറപ്പാണ്. നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇപ്പം കുറേ വീഡിയോസ് ഞാൻ ചെയ്തെങ്കിലും ഞാൻ നിസാരം വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണേന്ന്. എന്താണെന്നറിയാമോ? ഞാൻ മറന്നുപോകും. കാരണം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, മനസ്സിന് ചെറിയ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെറിയ ചെറിയ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, ഇങ്ങനൊരു ചാനലിൽ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഇത്ര വ്യൂസ് കിട്ടിയാൽ, ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ അതിൻ്റെ കൂടെ ബെനിഫിറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാനും കരുതുന്നു. അത്രമാത്രം നമ്മൾ പറയാനുള്ളത് പറയുന്നു. ഓരോരുത്തരുടെയും മനസ്സാണ് അതെങ്ങനെ രീതിയിൽ കാണണം എന്നുള്ളത്, അല്ലേ? അപ്പം നിങ്ങളുടെ മനസ്സിന് എന്ത് തോന്നുന്നു അത് ചെയ്യുക. എനിക്ക് ഏതായാലും നിർബന്ധിച്ചു ഒരു വടി എടുത്തുകൊണ്ട് വന്ന് മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, അടി കിട്ടുമോ അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസത്തെ കാര്യം. വിദ്യാഭ്യാസം ആവശ്യത്തിനുണ്ട്. എഴുതാനറിയാവോ? വായിക്കാനറിയാവോ? നമുക്ക് സംസാരിക്കാൻ അറിയാമോ? ഇതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് പേപ്പറിൽ ഒതുങ്ങുന്ന വിദ്യാഭ്യാസമാണ്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളിൽ, 10ൽ പഠിക്കുന്ന, 10ൽ പരീക്ഷ എഴുതാനുള്ള കുട്ടികൾ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോഴും അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് അക്ഷരം കറക്റ്റായിട്ട് അറിയില്ല. മലയാളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവന് ബാക്കിയുള്ളതിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അക്ഷരം കറക്റ്റായിട്ട് അറിയില്ല, കൂട്ടിച്ചേർത്ത് എഴുതാൻ അറിയില്ല. നമുക്ക് സങ്കടം വരും. അവരുടെ നോട്ട്ബുക്കുകളൊക്കെ എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. ഇവരെന്തിനു വേണ്ടി പഠിക്കുന്നു? എന്താണ് ഇവരുടെ അവസ്ഥ? ഇവരെങ്ങനെ ജീവിക്കും? ഇവരുടെ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ പഠിപ്പിക്കുന്ന സമയത്ത് ഇവർ എഴുതി കൊടുക്കുന്നത് തെറ്റാണെന്ന് കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന വിഷമം എന്താണ്? അപ്പം ഞാനങ്ങനെ ചിന്തിച്ച് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ 10 പാസ്സായിപ്പോയി. പക്ഷേ പണ്ടത്തെ കാലത്ത് അത് പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. പഠിച്ചെങ്കിൽ ജയിച്ചാൽ മതി, ഇല്ലേ? ഇപ്പം ഗ്രേഡിങ് സമ്പ്രദായം വന്ന് എല്ലാവരും ജയിക്കുന്ന. പക്ഷേ പഴയ കാലഘട്ടത്തിൽ എന്താണ്, പഠിച്ചെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ജയിക്കാവുന്നതിൻ്റെ അന്ന് റിസൾട്ട് പത്രത്തിലൊക്കെ വരുന്ന സമയത്ത് എന്താവും രാവിലെ തൊട്ടുള്ള ടെൻഷൻ അത് കിട്ടുന്നിടം വരെ, അല്ലേ? അത് പരീക്ഷ കഴിയുമ്പോൾ തൊട്ടുള്ള ടെൻഷനാണ്. റിസൾട്ട് അറിയുന്ന ദിവസം അതിൻ്റെ അപ്പുറം. പത്രക്കാർക്ക് വല്ല തെറ്റും വന്നാൽ അതിൻ്റെ അപ്പുറം പ്രശ്നം. അങ്ങനെ ടെൻഷൻ അടിച്ച്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം തന്നെ അറിയാം, ആർക്കും ടെൻഷനും ഇല്ല, ജയിക്കും, എല്ലാവരും ജയിക്കുമല്ലോ. പക്ഷെ അതൊരിക്കലും നല്ലതല്ല കേട്ടോ. അതാണ് പിള്ളേരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും വിദ്യാഭ്യാസം കുറഞ്ഞു എന്നുള്ളത്, നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും, കാരണം ഇപ്പോഴത്തെ തലമുറ എഴുതുന്നതിനും വായിക്കുന്നതിനും ഒക്കെ പുറകോട്ടാണ്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ആരാണ് മികച്ച് നിൽക്കുന്നത്? പഴയ തലമുറയോ പുതിയ തലമുറയോ?
നിങ്ങൾ തന്നെ. അതുകൊണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ആക്ഷേപിക്കുന്നു. എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നോട്ട് ശ്രമിച്ചു നോക്കൂ. എൻ്റെ സഹായം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും നിങ്ങളെ സഹായിക്കാം. അതുകൊണ്ട് വെറുതെ വിഷമിച്ച് മനസ്സിനെ വിഷമിപ്പിച്ച് പ്രയാസപ്പെട്ട് ഇങ്ങനെ മനസ്സിനിങ്ങനെ വിങ്ങൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടിരിക്കുന്നേ. ഇങ്ങനെയുള്ള സഹായത്തിന് ഞാനും ഉണ്ടാവും. എനിക്ക് ഒരു കമൻ്റൊക്കെ അയച്ചു നോക്കും. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട എനിക്കറിയാവുന്ന സഹായം ചെയ്തു തരും. ഒന്നുമില്ലെങ്കിലും ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ. ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഓക്കെ, വീണ്ടും കാണാം.